Hello students, welcome to the first session of our subject called Dynamics of Machinery. The creative code for this particular subject is ME304. Okay, please note it down. And myself, Praveen Kumar, Assistant Professor in Mechanical Department, SNG. So students, I'll be dealing this subject. Okay. So students, in the previous semester, you have already studied the subject called Mechanics of Machinery, right? Mechanics of Machinery. So what have you studied in that particular subject? So the basics like the definition of a mechanism, a machine, and you have learned to draw velocity diagrams, acceleration diagrams, right? അപ്പോൾ എന്താണ് മെഷീൻസ് അല്ലെങ്കിൽ എന്താണ് മെക്കാനിസം എന്നുള്ള ഡെഫിനേഷൻ യു ഓൾറെഡി ലേൺഡ് ഇൻ ദി പ്രീവിയസ് semester, right? So hope all of you are thorough with those concepts. So because these things are the prerequisites for dealing the subject called dynamics of machinery. Only if you are thorough with all those definitions and theories or concepts, then only you will be able to understand or grasp the concept that we are going to learn in this particular subject. Okay, so students, എന്താണ് മെക്കാനിസം എന്ന് വെച്ചാൽ എന്താണ്? So what do you mean by mechanism? So suppose if a number of bodies are assembled in such a way that a motion of one causes constrained and predictable motion to the others. അതായത് കുറച്ച് ബോഡീസ്, സപ്പോസ് വി ഹാവ് എ 4-bar mechanism. Okay, 4-bar. So here we have got 4 links, right? ഈ 4 ലിങ്ക്സ് ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്പോസ് ഐ എം ഗീവിങ് എ ടോർക്ക് ടി ഹിയർ. സോ ദിസ് ഈസ് ദ ഇൻപുട്ട്. ഇങ്ങനെ ഒരു ഇൻപുട്ട് ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ we will get a constrained and predictable motion in the output link. So here you will get another motion. So if this is T input, so this will be T output. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ മോഷൻ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റബിൾ മോഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെയാണ്, അങ്ങനെയുള്ള സെറ്റപ്പിൽ നമ്മൾ കുറച്ച് ബോഡീസിനെ അസംബിൾ ചെയ്താൽ ആ അസംബ്ലിനെ നമുക്ക് എന്ത് വിളിക്കാം? മെക്കാനിസം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ മെയിൻലി മെക്കാനിസത്തിൻ്റെ ഉദ്ദേശം മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്, ടു ട്രാൻസ്മിറ്റ് മോഷൻ. റൈറ്റ്, ടു ട്രാൻസ്മിറ്റ് മോഷൻ. അതെങ്ങനെയാവണം? അതൊരു കൺസ്ട്രെയിൻഡ് ആൻഡ് പ്രഡിക്റ്റബിൾ വേയിലായിരിക്കണം. പിന്നെ പ്രഡിക്റ്റബിൾ വേ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബോഡീസിനെ അസംബിൾ ചെയ്യുന്നത്, ലിങ്ക്സിനെ അല്ലെങ്കിൽ ബോഡീസിനെ നമ്മൾ അസംബിൾ ചെയ്യും. അങ്ങനെയുള്ള അസംബ്ലിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുക? മെക്കാനിസം എന്ന് വിളിക്കുക. ഓക്കെ, സോ എ മെക്കാനിസം ട്രാൻസ്മിറ്റ്സ് ആൻഡ് മോഡിഫൈസ് എ മോഷൻ. ഓക്കെ, അപ്പോൾ ഈ മെഷീൻ എന്താണ്? മെഷീൻ എന്ന് വെച്ചാൽ മെക്കാനിസം. മെഷീൻ ഈസ് ഓൾസോ എ മെക്കാനിസം ഓർ എ കോമ്പിനേഷൻ ഓഫ് മെക്കാനിസം. ഓക്കെ, മെഷീൻ കോമ്പിനേഷൻ ഓഫ് മെക്കാനിസം. മെഷീൻ ഒരു മെക്കാനിസം ആവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് മെക്കാനിസം ആവാം. എന്താണ് മെഷീൻ്റെ ഉദ്ദേശം? സോ വാട്ട് ആക്ച്വലി മെഷീൻ ഈസ് മെന്റ് ഫോർ? A machine is a mechanism or a combination of mechanism which, apart from imparting definite motion to the parts, okay, apart from imparting definite motion to the parts, it also transmits and modifies the available mechanical energy into some kind of desired work. Okay, അപ്പോൾ നമ്മളെ കയ്യിൽ ഇൻപുട്ടായിട്ട് കുറച്ച് മെക്കാനിക്കൽ എനർജി ഉണ്ട്. ആ മെക്കാനിക്കൽ എനർജി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക മാത്രമല്ല, ചിലപ്പോൾ ആംപ്ലിഫൈ ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും. എന്നിട്ട് ഒരു ഡിസൈഡ് വർക്കായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അതാണ് എന്ത് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ എന്താണ്? നിങ്ങൾ പലതരം മെഷീൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ഞാനൊരു ബേസിക് അതിൻ്റെ
നമ്മളിപ്പോൾ ഡൈനാമിക്സ് ഓഫ് മെഷീനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞതേ ഉള്ളൂ. മെക്കാനിക്സ് ഓഫ് മെഷീൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്നുള്ളൊരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. സോ സ്റ്റുഡൻസ്, യു ഹാവ് ഓൾറെഡി ലേൺഡ് ഹൗ ടു ഡ്രോ വെലോസിറ്റി ഡയഗ്രാം, റൈറ്റ്? വെലോസിറ്റി ഡയഗ്രാം വരക്കാൻ പഠിച്ചു. ആക്സിലറേഷൻ ഡയഗ്രാം വരക്കാൻ പഠിച്ചു, റൈറ്റ്? അപ്പോൾ ഇത് എന്താണ്, കൈനമാറ്റിക്സേ ആയിട്ടുള്ളൂ. കൈനമാറ്റിക്സിലാണ് നമുക്ക് എന്തൊക്കെ ഈ വെലോസിറ്റി ആക്സലറേഷനൊക്കെ വരുന്നത്. നമ്മളതിന് ഡൈനാമിക്സിലേക്കാണ് പോകുന്നത്. അതാണ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി. സബ്ജക്റ്റിൻ്റെ പേരെന്താ? ദി സബ്ജക്റ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി. സോ വെൻ യു മൂവ് ടു ഡൈനാമിക്സ് ഓഫ് മെഷീനറി, your scope for study is upgraded to what? Force analysis. Okay, നമ്മളിപ്പോൾ ഫോഴ്സ് അനാലിസിസിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി തിയറി എന്താണ്, മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ വെലോസിറ്റിയും ആക്സലറേഷനും മാത്രമേ പഠിച്ചുള്ളൂ. ഇനി നമ്മൾ ഫോഴ്സ് അനാലിസിസിലേക്ക് പോകും. എന്തുകൊണ്ടാണ് വൈ ഫോഴ്സ് അനാലിസിസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഫോഴ്സ് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? ഒരു മെക്കാനിസത്തിലോ ഒരു മെഷീനിലോ നമ്മൾ ഫോഴ്സ് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമുക്കറിയാം, ഇൻ ഓൾ ടൈപ്പ് ഓഫ് മെഷീനറി ഫോഴ്സസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ കോമ്പണൻറ്റ് ടു അതർ, റൈറ്റ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർ ബാർ ചെയിൻ ഉണ്ട്. ഓക്കെ, 4 ബാർ ചെയിൻ ഉണ്ട്. സപ്പോസ് ഞാൻ ഇതിനൊരു ടോർക്ക് കൊടുത്തു. ഇത് 1, ഓക്കെ, ഈ ഫിക്സഡ് ലിങ്ക് 1 ആവട്ടെ, 2, 3, 4, ഇത് രണ്ടും 1. അപ്പോൾ ഇവിടെ ലിങ്ക് 2ന് നമ്മൾ T2 എന്നുള്ളൊരു ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ T2 ടോർക്ക് കാരണം ഈ 3 എന്നുള്ള ലിങ്കിൻ്റെ, ഞാൻ 3 എന്നുള്ള ലിങ്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് ഇങ്ങനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ 2, 3 എന്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യില്ലേ? എ ഫോഴ്സ് വിൽ ബി ആക്റ്റഡ് ഓൺ 3/2. ഈ F23 എന്ന് വെച്ചാൽ 3യുടെ മുകളിൽ 2 ഉണ്ടാക്കുന്ന ഫോഴ്സാണ് F23. ഓക്കെ, അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. F23 എന്ന് വെച്ചാൽ 3യുടെ മുകളിൽ 2 ഉണ്ടാക്കുന്ന ഫോഴ്സ്. F32 എന്ന് വെച്ചാൽ 2യുടെ മുകളിൽ 3 ഉണ്ടാക്കുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സ് നെയിം ചെയ്യേണ്ട മെത്തേഡ് പഠിക്കുക കേട്ടോ. 2, 3 എന്താണ്, 3, 2 എന്താണ്, അത് ഓർമ്മിച്ച് നോക്കുക. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ഇനി F23 എന്നുള്ള ഫോഴ്സ് എന്ത് ചെയ്യും? ഈ 2 എന്നുള്ള ലിങ്ക് 3യുടെ മുകളിൽ F23 എന്നുള്ള ഫോഴ്സ് ഉണ്ടാകും. അതേപോലെ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും എന്തുണ്ടാവും? റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷനാണ് F32 എന്നുള്ളത്. അപ്പോൾ വെയിറ്റ്, എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ, ഇഫ് ഫോഴ്സസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ കോമ്പണൻറ്റ് ടു അനദർ, എന്ത് സംഭവിക്കും? ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിൽ എന്ത് സംഭവിക്കും? സ്ട്രെസ് ജനറേറ്റ് ആവൂലേ? സപ്പോസ് നമ്മളൊരു പർട്ടിക്കുലർ മെറ്റീരിയൽ കൊണ്ടായിരിക്കും ആ കോമ്പണന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ മെറ്റീരിയലിന് എന്തുണ്ടാവും? ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ടാവില്ലേ? അൾട്ടിമേറ്റ് സ്ട്രെസ്, അത് പ്രോപ്പർട്ടി എന്താണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ എന്താണ്, ആ കോമ്പണൻറ്റിന് മുകളിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ there will be a stress developing in that particular body. Suppose that body is made up of some sort of material, right? And that material will be having ultimate stress. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, ഇഫ് സ്ട്രെസ് ഗ്രേറ്റർ ദാൻ അൾട്ടിമേറ്റ് സ്ട്രെസ്, എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? ഫെയിലിയർ, അല്ലേ? ആ മെമ്പർ ഫെയിൽ ആവില്ലേ? അതായത് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഉണ്ടാക്കുന്ന സ്ട്രെസ് ആ മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെക്കാട്ടി കൂടുതൽ ആണ് എങ്കിൽ ദാറ്റ് മെറ്റീരിയൽ വിൽ ബി ഷുവർലി ഫെയിലിംഗ്.
ആ ഒരു മെറ്റീരിയൽ ആ കോമ്പണൻറ്റ് ഫെയിലായി എന്ന് വെച്ചാൽ ആ മെക്കാനിസം ഫെയിലായി. ആ മെക്കാനിസം ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് മെക്കാനിസം ഈസ് ഓഫ് നോ യൂസ്, റൈറ്റ്? സോ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വി ഷുഡ് ബി ഏബിൾ ടു design the member such that it has got enough strength to withstand the force, അതായത് ഇപ്പോൾ സപ്പോസ് ഇവിടെ കണ്ടില്ലേ, എൻ്റെ ഈ ലിങ്ക് അല്ലെങ്കിൽ ഈ ബോഡി 3 എന്നുള്ള ബോഡി എങ്ങനെ ഡിസൈൻ ചെയ്യണം? ഈ F23 എന്നുള്ള ഫോഴ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. സോ ദാറ്റ് F23 കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ഒരിക്കലും അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ അടുത്തേക്ക് എത്താത്ത രീതിയിൽ, അതായത് അൾട്ടിമേറ്റ് സ്ട്രെസ്സിൻ്റെ അടുത്തേക്ക് എത്താത്ത രീതിയിൽ നമ്മൾ ഈ സ്ട്രെസ് ആ ലെവലിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ സൈസ്, അതായത് ഈ മെമ്പറിൻ്റെ സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ആ നമുക്ക് മെറ്റീരിയൽ മാറ്റാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ മെമ്പറിൻ്റെ ഡിസൈൻ മാറ്റാം, അല്ലെങ്കിൽ ഡിസൈൻ മാറ്റാന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഏരിയ മാറ്റാം. അതാണ് നമ്മൾ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പിന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇഫ് യു ആർ ഇൻക്രീസിങ് ദ സൈസ് ടു എ വെരി ലാർജ് എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. എന്താ പ്രശ്നം? കോസ്റ്റ് കൂടും, അല്ലെങ്കിൽ വെയിറ്റ് കൂടും, സൈസ് കൂടും. ഇങ്ങനെയൊക്കെ കൂടുമ്പോഴത് എന്താണ്, അത് മെഷീനിന് ഫിറ്റ് ആവുക അല്ലെങ്കിൽ മെഷീനായിട്ട് ഒരു കോമ്പാറ്റബിൾ ആയിരിക്കില്ല. സൈസ് കൂടിയ വെയിറ്റ് കൂടിയ മെഷീനായിട്ട് ചിലപ്പോൾ കോമ്പാറ്റബിൾ ആയിരിക്കില്ല. കോസ്റ്റ് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സൈസ് കൂട്ടുന്നതിന് ഒരു പരിധിയുണ്ട്, സൈസ് കുറക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതാണ് നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ കോർ സ്കോപ്പ് എന്ന് പറയുന്നത്, ഒരു ഒപ്റ്റിമം ഡിസൈൻ. ഓക്കെ, ഒരു ഒപ്റ്റിമം ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റണം. അതായത് ഒരു സൈഡിൽ എന്താണ് സ്ട്രെങ്ത്ത് വേണം, മറു സൈഡിൽ കോസ്റ്റ്, വെയിറ്റ്, സൈസ് ഇതൊന്നും അധികം കൂടാനും പാടില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നത് വി ഷുഡ് ബി ഏബിൾ ടു സ്ട്രൈക്ക് എ പെർഫെക്റ്റ് ബാലൻസ് ബിറ്റ്വീൻ സ്ട്രെങ്ത് ആൻഡ് കോസ്റ്റ്, വെയിറ്റ്, സൈസ്, ഓൾ ദീസ് തിങ്സ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫോഴ്സ് അനാലിസിസ് ചെയ്ത് ആ മെമ്പറിന് എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാലേ നമുക്ക് ആ മെമ്പർ കറക്റ്റ് സൈസിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ I think you have got the idea or the scope of the subject, the scope of static force analysis. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫോഴ്സ് അനാലിസിസ് എന്നല്ല പറയുന്നത്. വി ആർ calling this particular topic as static force analysis. So there should be another type of force analysis. What will be there? That is dynamic force, right? Dynamic force. Okay. ഈ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസും ഡൈനാമിക് ഫോഴ്സ് അനാലിസിസും തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ, സപ്പോസ് I have got a slider crank mechanism like this. Suppose I have a slider here. Okay. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് F. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു വാല്യൂ ഉണ്ടല്ലോ. സോ ദിസ് F ഈസ് അപ്ലൈഡ് ഫോഴ്സ്. ഈ അപ്ലൈഡ് ഫോഴ്സ് ഇവിടെ എന്തുണ്ടാക്കും? ഇതിലൊരു ആക്ഷൻ റിയാക്ഷൻ അതെന്താണ് ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഈ ഓരോ കോമ്പണൻറ്റിലും ഓരോ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ സപ്പോസ് ഇതൊരു സ്ലൈഡറാണ്. ഈ സ്ലൈഡർ മൂവ് ചെയ്യാൻ തുടങ്ങുമല്ലോ. ഈ F അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെന്ത് സംഭവിക്കും? മോഷൻ സംഭവിക്കും. അതായത് ഈ സ്ലൈഡറിന് മോഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും, റൈറ്റ്? ആക്സലറേഷൻ ഉണ്ടാവുമല്ലോ. ആക്സലറേഷൻ ഉണ്ടെങ്കിൽ എന്ത് തന്നെയാലും ദർ വിൽ ബി
inertia force. So mass into acceleration will give you inertia force. ഓക്കെ, അപ്പോൾ inertia force ഉണ്ടാവും. അപ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് inertia force, if applied force is very very greater than inertia force, we can neglect inertia force in those cases. അതായത് അപ്ലൈഡ് ഫോഴ്സ് inertia ഫോഴ്സിനെക്കാട്ടിയും വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് inertia ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ inertia ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യുന്ന കേസസ് ആണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. പക്ഷേ എല്ലാ കേസിലും നമുക്ക് inertia ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ inertia ഫോഴ്സും കൺസിഡർ ചെയ്യുന്ന അനാലിസിസ് ആണ് dynamic force analysis. So here inertia force neglected. Here inertia force considered. inertia ഫോഴ്സിനെയാണ് നമ്മൾ D'Alembert's ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡൈനാമിക്സ് ഫോഴ്സ് അനാലിസിസിലേക്ക് നമ്മൾ പോകുമ്പോഴും അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണ്. പിന്നെ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ അറിഞ്ഞു വെക്കാം, എന്താണ് ഈ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സും ഉണ്ട്. എന്തായിരിക്കും അപ്ലൈഡ് ഫോഴ്സ്? എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. റൈറ്റ്, ഇപ്പം ഞാനൊരു അഗെയിൻ ഒരു 4 bar ചെയിൻ എടുത്ത് വെച്ചു. ഒരു 4 bar ചെയിൻ, ഫസ്റ്റ് ലിങ്ക് ഫിക്സഡ്, ഇത് 1 1 2 3 4. സപ്പോസ് ഞാനിവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, F2 അല്ലെങ്കിൽ എഫ് ഇൻപുട്ട് എന്ന് എഴുതിക്കോ, എഫ് ഇൻ. ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. ഈ അപ്ലൈഡ് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും? ഈ ലിങ്ക്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ലിങ്ക്സ് മൂവ് ചെയ്യുമ്പോൾ സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ 3 എന്നുള്ള ലിങ്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? F23 നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ടാവും, അതാണ് F23. ഇത് എന്താണ്? ഒരു ആക്ഷൻ ആണെങ്കിൽ എന്ത് സ്വാഭാവികമായിട്ട് എന്തുണ്ട്? ഇത് 2 എന്നുള്ള ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഞാൻ എടുത്തതെങ്കിൽ ഈ 2-3ക്ക് സമാന്തരമായിട്ട് എന്തുണ്ടാവും? ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ട് F32 എന്നുള്ളൊരു റിയാക്ഷൻ ഫോഴ്സും ഉണ്ടാവും. അപ്പോൾ ഈ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു പെയർ ഓഫ് ഫോഴ്സാണ്. ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സിൻ്റെ പെയറിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ എ പെയർ ഓഫ് ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സസ് വിച്ച് കൺസ്ട്രെയിൻ 2 കണക്റ്റഡ് ബോഡീസ് ടു ബിഹേവ് ഇൻ എ പർട്ടിക്കുലർ മാനർ. അപ്പോൾ ഈ 2 പെയർ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ 2 ബോഡീനെ, അതായത് ഈ ബോഡീനെ ഒരു പർട്ടിക്കുലർ മാനറിൽ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നത്. സോ ദീസ് ടു പെയർ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് കൺസ്ട്രെയിൻസ്. അതാണ് ആ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസ്ട്രെയിൻസ്. അതായത് കൺസ്ട്രെയിൻസ് 2 കണക്റ്റഡ് ബോഡീസ്, അതായത് 2 3-നെയും 4 കേസിലുണ്ടാവും. ഏത് കണക്റ്റഡ് ബോഡീസ് ആയാലും, ഏത് പെയർ ഓഫ് കണക്റ്റഡ് ബോഡീസ് ആയാലും അതിനെ ഒരു പർട്ടിക്കുലർ മാനറിൽ മൂവ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസ്ട്രെയിൻ ഫോഴ്സ്. ഇനി നോക്കാം, ഇതിപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോഴാണ് F23 F32 ഉണ്ടാവും. പക്ഷേ F23 വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു F32. F23 ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു F32. അതായത് ഒന്ന് ഒരു ഡയറക്ഷനിലാണെങ്കിൽ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അടുത്ത റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് F23 -F32 എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നെറ്റ് വാല്യൂ എടുത്താൽ ഇങ്ങനെ ആയിരിക്കും. നെറ്റ് വാല്യൂ എടുത്താൽ എന്തായി? മൊത്തത്തിൽ എന്താ? നെറ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ ഒരു മെക്കാനിസം ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൺസ്ട്രെയിൻ ഫോഴ്സസ് 0 ആയിരിക്കും. അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല. നമ്മൾ ശരിക്കും അത് ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുമ്പോൾ, അതായത് അനാലിസിസിൻ്റെ കേസിൽ മാത്രമേ അതിനൊരു വാല്യൂ നമുക്ക്
എടുക്കാൻ സാധിക്കുള്ളൂ. ആസ് എ ഹോൾ ദ നെറ്റ് വാല്യൂ ഓഫ് ഓൾ ദ കൺസ്ട്രൈൻറ്റ് ഫോഴ്സസ് ആർ 0. പക്ഷെ അപ്ലൈഡ് ഫോഴ്സ് അങ്ങനെയല്ല. അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടാവും. അപ്ലൈഡ് ഫോഴ്സ് എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ നെറ്റ് വാല്യൂ 0 ഒന്നുമല്ല. അപ്ലൈഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ എത്ര നമ്മൾ ഡയറക്റ്റ്ലി അപ്ലൈഡ് either by physical or mechanical contact. അതായത് കോണ്ടാക്ട് വഴി തന്നെ. അതൊരു ഫിസിക്കലായിട്ടുള്ള ഫോഴ്സ് തന്നെയാണ്. ചില സമയത്ത് ലൈക്ക് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവാം. അത് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാണ്ടുള്ള ഫോഴ്സും ആവാം. പക്ഷെ 90% കേസിലും നമ്മളൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉള്ള ഒരു ഫോഴ്സ് ആയിരിക്കും അപ്ലൈഡ് ഫോഴ്സ്. അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അതിന് നെറ്റ് വാല്യൂ 0 അല്ല. ഓക്കെ. പക്ഷെ കൺസ്ട്രൈൻറ്റ് ഫോഴ്സസ് എന്ന് വെച്ചാൽ അത് പെയർ ഓഫ് ഫോഴ്സസ് ആണ്, ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ്. അപ്പോൾ അതിന് നെറ്റ് വാല്യൂ എടുത്താൽ നമുക്ക് 0 ആയിരിക്കും. പക്ഷേ ഇൻഡിവിജ്വലി ഓരോ ലിങ്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോ വാല്യൂ ഉണ്ടാവും. അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ബേസിക് കൺസെപ്റ്റ്സ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ എളുപ്പമായിരിക്കും. പിന്നെ ഒരു ചെറിയ കൺസെപ്റ്റും കൂടെ പറഞ്ഞു നിർത്താം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഒരു ഇക്വിലിബ്രിയം, ഒരു ബോഡി, എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ് റിമെയിൻസ് ഇൻ റെസ്റ്റ് ഓർ ഓഫ് മോഷൻ. ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ, അതേ മോഷനിൽ, അതായത് ആക്സലറേഷൻ ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. അതറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വെക്ടർ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ഷുഡ് ബി 0. അതായത് ഒരു ബോഡിയുടെ മുകളിലെ ഫോഴ്സസ് വെക്ടർ സം ആയിരിക്കണം. അപ്പോൾ വെക്ടർ സം എന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ മൊമെൻറ്റ്, അല്ലെങ്കിൽ മൊമെൻറ്റ് നമ്മളിവിടെ ടി ആയിട്ട് എടുക്കുക. ഡൈനാമിക്സ് ഓഫ് മോഷനിൽ നമ്മൾ മൊമെൻറ്റ് ടി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. Vector sum of all the moments should also be 0. About any arbitrary moment എടുക്കുമ്പോൾ നമ്മളൊരു പോയിന്റ് വിസിറ്റ് എടുക്കുക. എനി ആർബിട്രറി പോയിന്റ് എടുത്ത് നമ്മൾ മൊമെൻറ്റിൻ്റെ വെക്ടർ സം കണ്ടാൽ 0 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ആ ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻസ് ഒന്ന് വെക്ടർ സം ഓഫ് ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0. മറ്റത് വെക്ടർ സം ഓഫ് മൊമെൻറ്റ്സ് അബൌട്ട് എനി ആർബിട്രറി പോയിന്റ് ഷുഡ് ഓൾസോ ബി ഈക്വൽ ടു 0. റൈറ്റ്. അപ്പോൾ ഇത് പ്ലനാർ സിസ്റ്റം ആണെങ്കിലോ, 3 ഡയമെൻഷണൽ സിസ്റ്റം ആയതുകൊണ്ടാണ് വെക്ടർ ഫോമിൽ പറഞ്ഞത്. ഇത് പ്ലനാർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് സിഗ്മ, അതായത് ഒരു പ്ലെയിൻ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 0, സിഗ്മ എഫ് ഓഫ് വൈ ഡയറക്ഷൻ ഷുഡ് ഓൾസോ ബി ഈക്വൽ ടു 0. ആൻഡ് മൊമെൻറ്റ് നമ്മൾ പ്ലനാർ ആണെങ്കിൽ അത് മൊമെൻറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദി ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് പ്ലനാർ സിസ്റ്റം. പ്ലനാർ സിസ്റ്റത്തിൽ ഒരു ഒരു ബോഡി ഈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാവാനുള്ള കണ്ടീഷൻസ് 3 എണ്ണമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് വൈ ഈക്വൽ ടു 0, സിഗ്മ ടി സെഡ് ഷുഡ് ഓൾസോ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ്. നിങ്ങൾ ഇതൊന്നും കൂടെ ഒന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഈ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.